ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ബഷീർ, സ്വാഗതം ആശംസിച്ച C അബ്ദുൽ ഹമീദ്, ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന അഡ്വക്കേറ്റ് റഫീഖ് കുറ്റിക്കാട്ടു, അബ്ദുൽ മജീദ് ഫൈസി സാഹിബ്, M അബ്ദുൽ സമദ്, KK ഹുസൈൻ, AS സൈനബ ടീച്ചർ, ഫരീദ ഹസൻ, പാങ്ങിൽ നൂറുദ്ദീൻ മുസ്ലിയാർ, CP അജ്മൽ, K മുഹമ്മദ് ബഷീർ, PP റഫീഖ്, അബ്ദുൽ നാസർ, AK ഷറഫുദ്ദീൻ, S അബ്ബാസ്, PV അബൂ സാലിഹ്, P മുഹമ്മദ് അഷ്റഫ്, P അബ്ദുൽ അസീസ്, മൻസൂർ അലി, K മുഹമ്മദ് ബഷീർ തുടങ്ങി ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ എൻ്റെ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സദസ്സിൽ ഈ മഹാപരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും പൈശാചികമായ കുരുതിയുടെ നടുക്കുന്ന ഓർമ്മ പേറുന്ന സ്ഥലമാണ് തിരൂർ. വാഗൺ ട്രാജഡിയുടെ തുടക്കം ഇവിടെയായിരുന്നുവല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നിൽക്കുമ്പോൾ പോടന്നൂരിനേക്കും അവിടെ നിന്നും അകലെ അകലെ അന്തമാനിലുള്ള നമ്മുടെ പൂർവികരിലേക്കും നമ്മുടെ ഓർമ്മ പരക്കുകയാണ്, അഥവാ പറക്കുകയാണ്. നമ്മുടെ പൂർവികർ പൊരുതി നേടിയ സ്വാതന്ത്ര്യം, അത് നിലനിർത്തുന്നതിന് വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഞങ്ങൾ ഞങ്ങൾക്കൊപ്പം എന്ന പ്രമേയത്തിൽ നടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഡേ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവനാണ്, നിങ്ങളോടും നന്ദിയുള്ളവനാണ്. NDF രൂപീകരിച്ചതിന് ശേഷം, നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് രൂപീകരിച്ചതിന് ശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ പൊതുയോഗം നടന്നത് തിരൂരിലാണ് എന്നുള്ളതും ഒരു ചരിത്രം എന്ന നിലയിൽ അനുസ്മരിക്കേണ്ട സംഗതിയാണ്, ഓർമ്മിക്കപ്പെടേണ്ട ചരിത്രമാണ്. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി നാം നടത്തിവരുന്ന ഒരു പരിപാടിയാണ് പരേഡ്. സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന നിലയിൽ തുടങ്ങിയ ഈ പരിപാടി ചില സർക്കാരുകളുടെ അസഹിഷ്ണുത മൂലം നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു. കാരണം മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് അത്രക്ക് പഥ്യമായി പലർക്കും തോന്നിയില്ല. സ്വാതന്ത്ര്യ ദിനത്തിൽ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് ഒരു പോളിത്തീൻ കവറിൽ ഏതാനും ബോംബുകൾ സമാഹരിച്ച് അവിടെ ചുറ്റിക്കറങ്ങി സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കുകയാണ് എന്ന ചിന്താഗതിയായിരുന്നു തൽപര കക്ഷികൾക്കുണ്ടായിരുന്നത്. എങ്കിലേ അവരെ തീവ്രവാദികളും ഭീകരന്മാരും ദേശദ്രോഹികളുമായി ചിത്രീകരിക്കാനും മുദ്രയടിക്കാനും പറ്റുമായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ RSS ഫാഷിസ്റ്റ് സ്വാധീനത്തിന് വഴങ്ങി നമുക്ക് അനുമതി നൽകാൻ പല സംസ്ഥാന സർക്കാരുകളും വിമ്മിഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഡേ നാം ആഘോഷിക്കാൻ തുടങ്ങിയതും അന്നേ ദിവസം പരേഡ് നടത്താൻ നിശ്ചയിച്ചത്. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ ഉണ്ടായ പ്രസ്ഥാനമാണ്. ഈ കേരളത്തിൽ ഉണ്ടായ പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മൾ പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് മാത്രമേ അതിനുള്ള അർഹത ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള മുഴുവൻ പാർട്ടികളും പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയമാവട്ടെ മതപരമാവട്ടെ എല്ലാം തന്നെ ഉത്തരേന്ത്യയിൽ ജനിച്ച് കേരളത്തിലേക്ക് ഒഴുകി വന്നിട്ടുള്ളതാണ്. എന്നാൽ കേരളത്തിൽ ജനിച്ച് ഉത്തരേന്ത്യയിലേക്കും പശ്ചിമേന്ത്യയിലേക്കും അതുപോലെ പൂർവേന്ത്യയിലേക്കും
ഒഴുകിച്ചെന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് ഉണ്ടെങ്കിൽ അത് പോപ്പുലർ ഫ്രണ്ട് മാത്രമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വേരുകളുള്ള പ്രസ്ഥാനമായി പോപ്പുലർ ഫ്രണ്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ലക്ഷക്കണക്കിന് പ്രവർത്തനങ്ങളുള്ള പ്രസ്ഥാനമാണ്. ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ 13 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ സമ്മേളനം നടത്തി. ദശലക്ഷങ്ങൾ പങ്കെടുത്ത മഹാസമ്മേളനങ്ങൾ, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ വളർന്ന ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുടില ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടക്കുകയുണ്ടായി. ഏതാനും മാധ്യമങ്ങളും ഗവൺമെന്റിലെ ചില ഏജൻസികളും ചേർന്ന് നടത്തിയ കുൽസിത പ്രവൃത്തിയായിരുന്നു അത്. അതുകൊണ്ട് ജനങ്ങളെ സമീപിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല, മറ്റു മാർഗമുണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾക്കും ഗവൺമെന്റ് ഏജൻസികൾക്കും മാത്രമല്ല, ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്, അത് കേൾക്കണമെന്നും അത് കേൾക്കണമെന്നും ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ അഭ്യർത്ഥനക്ക് ലബ്ബൈക പാടിക്കൊണ്ട് ആയിരക്കണക്കിനല്ല ദശലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ എതിർപ്പുകളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് എല്ലാ വിലങ്ങുകളും ഭേദിച്ചുകൊണ്ട് സമ്മേളന നഗരിയിലേക്ക് ഓടിയെത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. രാജസ്ഥാനിലെ ജയ്പൂരിൽ ലക്ഷങ്ങൾ പങ്കെടുത്ത മഹാസമ്മേളനം നടന്നു. അതുപോലെ ഔറംഗാബാദിൽ, മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിൽ തുടങ്ങി ഗോവയിൽ, മണിപ്പൂരിൽ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലുമായി 13 സംസ്ഥാനങ്ങളിൽ നമ്മുടെ സമ്മേളനങ്ങൾ നടക്കുകയുണ്ടായി. ഡൽഹിയിലും സമ്മേളനം നടന്നു. ഡൽഹിയിൽ ഒരു മഹാസമ്മേളനത്തിലായിരുന്നു നമ്മൾ പരിപാടി ഇട്ടിരുന്നത്. അന്ന് ഗാന്ധി പാർക്ക് മൈതാനിയിൽ നമുക്ക് അനുവാദം നൽകിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടത്തിക്കോളൂ എന്നുള്ള അവിടെ ഇവിടെ മുതബിദബിന ബൈനദാലിക്ക എന്ന് പറയുന്ന ആ രീതിയിലുള്ള ഒരു കളിയായിരുന്നു പോലീസും അധികാരികളും കളിച്ചിരുന്നത്. അവസാന നിമിഷം രാത്രി, തലേ ദിവസം രാത്രി എന്ന് പറഞ്ഞാൽ സമ്മേളനം നടക്കുന്ന ദിവസം രാവിലെ 1:15 മണിക്ക് AM പോലീസ് പറയുന്നു, നിങ്ങൾ നടത്തിക്കൊള്ളൂ, ഓറലായിട്ട് ഞങ്ങൾ അനുവാദം നൽകിയിരിക്കുന്നു, പക്ഷേ റിട്ടേൺ ആയിട്ട് തരില്ല, നിങ്ങൾ നടത്തിക്കൊള്ളൂ. പോലീസ് വിചാരിച്ചത് ഒന്നും സംഭവിക്കുകയില്ല എന്നായിരുന്നു. കാരണം ഒഴിഞ്ഞുകിടക്കുന്ന ഒരു വൃത്തികെട്ട മൈതാനം, ആ മൈതാനത്തെ ഒരു സമ്മേളന നഗരിയാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗീരഥ പ്രയത്നം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ രാവിലെ 7 മണിയാകുമ്പോഴേക്കും സമ്മേളന നഗരി ഉഗ്രമായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവിടെ ഈ സ്റ്റേജൊക്കെ എവിടെയോ പോയി കിടക്കണം. അവിടുത്തെ സ്റ്റേജ് കണ്ടാൽ അത്രക്കും മനോഹരമായ ഒരു വലിയ മഹാ സ്റ്റേജ് അവിടെ രൂപം കൊണ്ടു. അവിടെ LED തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കി. അവിടെ തോരണങ്ങൾ തൂങ്ങി, നമ്മുടെ കൊടികൾ, പതാകകൾ എല്ലായിടത്തും പാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 10:30 മണിക്ക് പോലീസ് അധികൃതർ വന്നപ്പോൾ കണ്ട കാഴ്ച, അവര് നടക്കുകയില്ല എന്ന് വിചാരിച്ച സമ്മേളനത്തിന്റെ നഗരി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവർക്ക് ഭ്രാന്തായിരുന്നു, മുഴുത്ത ഭ്രാന്ത്. അവർ സ്റ്റേജിൽ കയറി സ്റ്റേജൊക്കെ അടിച്ചു പൊളിക്കാൻ തുടങ്ങി. സ്ക്രീനൊക്കെ അടിച്ചു മാറ്റി. അങ്ങനെ വളരെ പരമനിസ്വന്മാരായ ആളുകളായി നമ്മൾ മാറി. മൈക്കുകളൊക്കെ എടുത്തു മാറ്റി. പക്ഷേ നമ്മളൊന്ന് തീരുമാനിച്ചിരുന്നു, എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും അവിടെ സമ്മേളനം നടത്തുമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായി. അത് മൈക്ക് വേണ്ട, മൈക്കില്ലാതെയും സമ്മേളനം നടക്കും, സ്റ്റേജില്ലാതെയും സമ്മേളനം നടക്കും. കാരണം നിങ്ങൾ കുറെ ആൾക്കാരുണ്ടല്ലോ, ഈ കൈ ഇങ്ങനെ കോർത്തി പിടിച്ചാൽ അതിന്റെ മുകളിൽ കയറി നിന്നാൽ പോരെ, അങ്ങനെ കയറി നിന്നാൽ പ്രസംഗിക്കാൻ പറ്റുമല്ലോ, ഏറ്റു പറഞ്ഞാൽ പോരെ. ആ വിധത്തിൽ തന്നെ സമ്മേളനം നടത്താൻ നമ്മൾ തീരുമാനിക്കായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എങ്ങനെയോ ഒക്കെ ആ സമ്മേളനം നടന്നു. സമ്മേളനം നടക്കുമ്പോൾ വളരെ ദരിദ്രമായ ഒരു സ്റ്റേജിൽ വെച്ചാണ് ആദ്യം തുടങ്ങിയതെങ്കിലും പിന്നീട് ക്രമേണ സംഗതി ശരിയായി. നമ്മൾ മനസ്സിലാക്കണം, അവിടെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ അതിഥികളും അവിടെ വന്നു. എല്ലാ ഭീഷണികളെയും മറികടന്നുകൊണ്ട് അതിഥികൾ വന്നു. പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒരു മഹാവ്യൂഹം ഉണ്ടായിരുന്നു. വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെടിവെക്കേണ്ടി വന്നിട്ടില്ല, അവരുടെ തോക്കുകൾ വളഞ്ഞുപോയി.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഡൽഹിയിൽ ഉണ്ടായി. 450 ബസ്സുകളിലായി വെസ്റ്റേൺ യുപിയിൽ നിന്ന്, പടിഞ്ഞാറൻ യുപിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന 450 ബസ്സുകളിലായിട്ട് 25,000 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. 25,000-ൽ പരം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെ യുപിയുടെ അതിർത്തിയിൽ തടഞ്ഞു നിർത്തി, ഇങ്ങോട്ട് കടത്തിവിട്ടില്ല. അവരവിടെ പ്രതിഷേധിച്ചു. എന്നിട്ടും 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു മഹാസമ്മേളനം തന്നെ ഡൽഹിയിൽ നടത്താൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഞാൻ ഈ സമ്മേളനത്തെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കാൻ അതിൻ്റെ ചരിത്രം പറയുകയല്ല. പക്ഷേ ഗവൺമെന്റ് ഈ വിധത്തിൽ പെരുമാറാൻ ഞങ്ങൾ എന്തു ചെയ്തു എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളുടെ പ്രവർത്തന രീതി ജനാധിപത്യത്തെ സ്വീകരിച്ചു എന്നതോ ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങൾ RSSനെ പോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കാതെ രാജ്യത്തുടനീളം സ്ഫോടനം നടത്തണമായിരുന്നു. മലേഗാവിലും അജ്മീരിലും സംഝോധയിലും മക്ക മസ്ജിദിലും സ്ഫോടനം നടത്തണമായിരുന്നു. ഞങ്ങൾ നിരപരാധികളെ കൊല്ലണമായിരുന്നു. എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിച്ചു എന്നത് ഒരു കുറ്റമാണോ? എങ്കിൽ ആ കുറ്റം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതല്ലാതെ മറ്റൊരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. രാജ്യത്തിന്റെ അഷ്ടദിക്കുകളിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രചാരകരായി ചെന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? പാവപ്പെട്ടവന്റെ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പ്രേരണ നൽകിയതോ, അവർക്ക് സ്കൂൾ കിറ്റ് വിതരണം ചെയ്തതോ, വിദ്യാഭ്യാസത്തിന് വളരെ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളിൽ സർവശിക്ഷാ ഗ്രാമങ്ങൾ തുടങ്ങിയതോ ഞങ്ങൾ ചെയ്ത തെറ്റ്? വിദ്യാഭ്യാസം വരേണ്യ വർഗത്തിന് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടതായിരുന്നോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മുസ്ലിങ്ങളും ദളിതുകളും പുഴുക്കളെ പോലെ ജീവിക്കുന്ന ബംഗാളിലും ആസാമിലും കാൽനടയായി ചെന്ന് അവരുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരിച്ചതാണോ ചെയ്ത തെറ്റ്? ഒരു ഡോക്ടറെ കണ്ടുകിട്ടണമെങ്കിൽ 5-10 കിലോമീറ്റർ താണ്ടേണ്ടിയിരുന്ന ഒരു ജനവിഭാഗത്തിന് അവരുടെ ഗ്രാമങ്ങളിലേക്ക് ആതുര ശുശ്രൂഷയുടെ അവധൂതനെ പോലെ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുമായി ഞങ്ങളുടെ വളണ്ടിയർമാർ കടന്നു ചെന്നിട്ടുണ്ട്. അത് ചെയ്ത് തെറ്റാണെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. ആ തെറ്റും ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾ ഏറ്റെടുത്തു വളർത്തുന്ന ഗ്രാമങ്ങളിലെ ജനങ്ങളിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിലായി ഞങ്ങൾ ഏറ്റെടുത്ത് വളർത്തുന്ന ഗ്രാമങ്ങളിലെ ജനങ്ങളിൽ നിന്ന് അവരുടെ പിച്ചച്ചട്ടി ഞങ്ങൾ പിടിച്ചു വാങ്ങി ദൂരെ എറിഞ്ഞു. അവർക്ക് ജീവിതം കരുപ്പിടിപ്പിക്കേണ്ടതിന്റെ ബാലപാഠങ്ങൾ നൽകി. ഞങ്ങൾക്കൊന്നുമാവില്ല, എനിക്കൊന്നുമാവില്ല എന്ന അവരുടെ ചിന്താഗതി മാറ്റി എനിക്ക് കഴിയും, ഞങ്ങൾക്ക് കഴിയും എന്നുള്ള ഐ ക്യാൻ ആറ്റിറ്റ്യൂഡ്, വി ക്യാൻ ആറ്റിറ്റ്യൂഡ് അവരിൽ ഞങ്ങൾ അങ്കുരിപ്പിക്കുകയുണ്ടായി. ഇതാണോ ഞങ്ങൾ ചെയ്തു തെറ്റിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എടുക്കുന്ന കൈ കൊടുക്കുന്ന കൈ ആക്കി മാറ്റി ഞങ്ങൾ. ലേനെ വാല ഹാത്ത് ദേനെ വാല ഹാത്ത് ആക്കി മാറ്റി എന്ന് ഞങ്ങൾ ഉറുദുവിൽ പറയും. മേഘങ്ങളിൽ കുടിവെള്ളം തിരയുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തു എന്നൊരു തെറ്റുകൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്ഷമിക്കണം സാർ എന്നവരോട് പറയാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. സുഹൃത്തുക്കളെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുസ്ലിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക പ്രസ്ഥാനമാണ്. മുസ്ലിങ്ങളുടെ എല്ലാ തലങ്ങളിലുമുള്ള ശാക്തീകരണം ഞങ്ങളുടെ ലക്ഷ്യമാണ്. അത് രാജ്യത്തിന്റെ തന്നെ ശാക്തീകരണത്തിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ മറ്റുള്ള ഈ വിധത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ള മതവിഭാഗങ്ങളോ അല്ലാത്തവരോ ഞങ്ങളുടെ ശത്രുപക്ഷത്ത് വരുന്നില്ല. ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗവുമായി സഹകരിച്ചു പോകുന്ന ഒരു മുസ്ലിം സംഘമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ ഇരുണ്ട യുഗങ്ങളിലെ സാമൂഹിക പ്രവർത്തനം അതിസാഹസത്തിൻ്റെതാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അതിനും പറ്റിയ ഒരു വിഭാഗമാണ് ഞങ്ങളോടൊപ്പം അണിനിരന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇരുൾക്കാലത്ത് മുസ്ലിമിന് മുസ്ലിമായി ഇരിക്കുക എന്നത് തന്നെ ഒരു സാഹസികതയാണെന്ന് മറ്റു മുസ്ലിം സംഘടനകളും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. പോപ്പുലർ ഫ്രണ്ട് ചെയ്ത തെറ്റെന്താണെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് ചെയ്ത തെറ്റെന്താണെന്ന് അറിയാമോ? മുസ്ലിങ്ങൾക്ക് അവരുടെ പിൻഭാഗത്ത് മറ്റുള്ളവർക്കുള്ളതുപോലെയുള്ള ഒരവയവം, നട്ടെല്ല് എന്നുള്ള ഒരു സാധനം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റ്. ഞങ്ങൾ അവരോട് പറഞ്ഞു, മുസ്ലിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, അതിനുള്ളിലെ നിങ്ങളുടെ സുഷുമ്ന ചുരുണ്ടു പോവാതെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ അവരോട് തെര്യപ്പെടുത്തി. അതാണ് ഞങ്ങൾ ചെയ്ത രണ്ടാമത്തെ തെറ്റ്. മുസ്ലിങ്ങൾ അവരുടെ ശ്രേയസ്സിന്
മറ്റുള്ളവരെ പഴിക്കാതെയും എന്നാൽ ആശ്രയിക്കാതെയും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിച്ച പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. മുസ്ലിങ്ങൾ സ്വന്തം നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നിലനിൽപ്പിന് ഭീഷണി നേരിടുന്ന മറ്റു ജനവിഭാഗങ്ങളുമായി യോജിച്ചു പോകാൻ ആദിവാസികളും ദളിതുകളും മറ്റു ബന്ധവിഭാഗങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയുമെന്ന് തെളിയിച്ച പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിഞ്ഞു പോകരുതെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനം. മുഖം കുത്തി നടക്കുന്നവനോ അതോ സത്യപാതയിൽ നിവർന്നു നിൽക്കുന്നവനോ നേർവഴി പ്രാപിച്ചവൻ എന്ന ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ അടയാളമാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഈ കാണുന്ന ആളുകൾ, തലയുയർത്തി നിൽക്കുന്ന ആളുകൾ, എവിടെയും തലയുയർത്തി നിൽക്കുന്ന ആളുകൾ. ഇതാണ് പോപ്പുലർ ഫ്രണ്ട് ചെയ്ത തെറ്റ്. അല്ലാതെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ അറിയുന്നവർക്കറിയാം, ദൈവത്തിനറിയാം ഞങ്ങൾ ദേശദ്രോഹികളല്ലെന്ന്, ഞങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണെന്ന്. പാകിസ്ഥാൻ പോലും ഭീകരനെന്ന് പ്രഖ്യാപിച്ച ഹാഫിസ് സയ്യിദിനെ സന്ദർശിച്ചത് പോപ്പുലർ ഫ്രണ്ടുകാരല്ലെന്ന്, RSSകാരാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് ദേശദ്രോഹികളെന്ന്. ഞങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ, ഹിന്ദുക്കളെ, പ്രത്യേകിച്ചും ഹിന്ദുക്കളെ ശത്രുക്കളായി കാണുന്നില്ലെന്ന് ഞങ്ങൾ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും ഞങ്ങളെക്കുറിച്ച് ഞങ്ങളെ ഹിന്ദു വിരോധികളായി മുദ്ര കുത്തുകയാണ്. ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു, വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ഹിന്ദു വിരോധികളല്ല, പക്ഷേ ഹിന്ദുത്വ വിരോധികളാണ്. അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ, ഞങ്ങൾ ഹിന്ദുത്വ വിരോധികളാണ്. ഹിന്ദുത്വം എന്നുള്ളത് RSSന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അത് ഇന്ത്യൻ ഫാഷിസത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ എതിർക്കുക എന്നതോടൊപ്പം എതിർക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് ഞങ്ങൾ കരുതുന്നു. അത് ഈ രാജ്യത്ത് രക്തപ്രവേശം സൃഷ്ടിക്കുന്ന പ്രസ്ഥാനമാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലി അവരുടെ രക്തം കൊണ്ട് ഹോളി കുളിക്കുന്ന പ്രസ്ഥാനമാണ് RSS എന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനെ എതിർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയായും ഞങ്ങൾ കാണുന്നു. എതിർത്തു തോൽപ്പിക്കും വരെ നിദ്ര കൊള്ളാൻ, ഉറങ്ങാൻ സമയമായില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. RSS ദേശദ്രോഹികളാണെന്ന് മാത്രമല്ല, അത് രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയാണ്. അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും എതിരാണ്. അത് ദളിതുകളെയും ആദിവാസികളെയും മനുഷ്യരായി പോലും കാണുന്നില്ല. അന്തിമമായി അത് ഹിന്ദുക്കൾക്ക് തന്നെ എതിരാണ് എന്നുള്ള വസ്തുത ഹിന്ദുക്കൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുമോ അത്രയും ആ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അത് ഒരു വിപത്താണ്, ഈ രാജ്യത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരു വിപത്ത്. പോപ്പുലർ ഫ്രണ്ടുകാർ നിർബന്ധിച്ച് മതം മാറ്റുന്നവരല്ല. അത് RSSന്റെ ട്രൗസറും അവരുടെ കുറുവടിയും കണ്ട് ഭയന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ NIAയുടെ അന്വേഷണത്തെ ഭയന്നത് കൊണ്ടുമല്ല നിർബന്ധിച്ച് മതം മാറ്റാതിരിക്കുന്നത്. ഒരാശയത്തെയും മറ്റാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടുള്ളതല്ല എന്ന ഇസ്ലാമിന്റെ മനോഹരവും ഉദാരവും വിശാലവുമായ ആദർശ ദയാലുത കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ പണിക്ക് നിൽക്കാത്തത്, അല്ലാതെ ആരെയും ഭയന്നിട്ടുകൊണ്ട്. അത് ഞങ്ങൾ ചെയ്യുന്ന മനം മാറ്റം കൊണ്ടല്ലാതെ മതം മാറ്റം നിരർത്ഥകമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളിൽ ലവ് ഉണ്ട്, സ്നേഹം ഉണ്ട്, ഞങ്ങളിൽ ജിഹാദുമുണ്ട്. പക്ഷേ ഞങ്ങളിൽ ലവ് ജിഹാദില്ല. എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്, ശത്രുത പുലർത്തുന്നവരോടൊഴിച്ച്. ജിഹാദ് എന്നാൽ വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടിയുള്ള സർവഥാ സമർപ്പണമാണ്. ഷഹാദത്ത് അഥവാ രക്തസാക്ഷ്യം എന്നത് വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടിയുള്ള ജീവത്യാഗമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആദർശത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോൾ അത് ജിഹാദാകുന്നു. ആദർശത്തിന് വേണ്ടി വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടി അവസാനമായി ജീവൻ സമർപ്പിക്കുമ്പോൾ അത് ഷഹാദത്താകുന്നു, രക്തസാക്ഷ്യമാകുന്നു. ലവ് ജിഹാദ് എന്നത് ഇംഗ്ലീഷും അറബിയും ഇംഗ്ലീഷും ചേർന്ന ഒരു അവിശുദ്ധ ചേരുവയിൽ നിന്നുണ്ടായ അവിശുദ്ധ സംജ്ഞ ഞങ്ങൾക്ക് അജ്ഞാതമാണ്. ഇത് RSSന്റെ ഹിന്ദുത്വ ഭാഷയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഏത് കാലത്തും അധികാരി വർഗവും മേധാവിത്വ വിഭാഗങ്ങളും മേധാവിത്വ ശക്തികളും അവർക്ക് അനുകൂലമായ ചില പദാവലികൾ ഏത് കാലഘട്ടത്തിലും ഭാഷയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷുകാർ
അമേരിക്കക്കാരും അതുപോലെ വെള്ളക്കാർ ഇംഗ്ലീഷിൽ എല്ലാ മോശപ്പെട്ട സംഗതിയെയും ബ്ലാക്ക് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാം. ബ്ലാക്ക് സെപ്റ്റംബർ, ബ്ലാക്ക് ലോ. എന്താണ് ബ്ലാക്ക് ലോ എന്ന് പറഞ്ഞാൽ? കിരാത നിയമം അല്ലെങ്കിൽ കരി നിയമം എന്ന് നമ്മൾ പറയുന്ന UAPA സംബന്ധിച്ച് പറയുമ്പോൾ ബ്ലാക്ക് ലോ എന്ന് നമ്മൾ പറയും. അത് വൈറ്റ് പീപ്പിൾ, വെള്ളക്കാരൻ ഉണ്ടാക്കിയ നിയമമായിരിക്കും. പക്ഷേ ആ നിയമം കരിനിയമമാകുമ്പോൾ അതിന് ബ്ലാക്ക് ലോ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മലയാളത്തിലുണ്ട്. വലിയ തറവാട്ടിൽ വലിയ മാളികയിലും അരമനകളിലും താമസിക്കുന്ന ആളുകൾ വലിയ തമ്മാടിത്തം ചെയ്താലും അതിന് ചെറ്റത്തരം എന്ന് പറയും. ചെറ്റയിൽ താമസിക്കുന്നവന്റെ പണി എന്ന അർത്ഥത്തിൽ ചെറ്റത്തരം എന്ന് പറയും. അതുപോലെ വലിയ തമ്പ്രാക്കന്മാർ ചെയ്ത തമ്മാടിത്തങ്ങൾ അത് പുലയന്മാരുടെ പേര് പറയും. പുലയാടിത്വം എന്ന് പറയും. ഇങ്ങനെ ഭാഷയിൽ ഒരുപാട് സംഭാവനകൾ ഈ ആൾക്കാർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഇത്തരം പ്രവർത്തികൾ പുലയന്മാർ ചെയ്യുന്ന ഹീനപ്രവൃത്തിയുമായി കൂട്ടിക്കെട്ടുന്ന ഒരു സ്വഭാവമാണത്. അതുപോലെ ഒരുപാട് പദങ്ങളുണ്ട്, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇതുപോലുള്ള പുതിയ കണ്ടെത്തലുകളാണ് ഇത്തരം പദങ്ങൾ. സഹോദരന്മാരെ, ഹാദിയ വിഷയത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഇടപെട്ടത് ഒരു മതമാറ്റ വിഷയം എന്ന നിലയിലല്ല. ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അതൊരു മനമാറ്റ വിഷയം എന്ന നിലയിലല്ല, എന്നാൽ പൗരാവകാശ നിഷേധം എന്ന നിലയിലാണ്. ക്രൗഞ്ച മിഥുനങ്ങളെ അമ്പെയ്ത വേടനോട് അരുതെന്ന് പറയുന്ന, മാനിഷാദ പാടുന്ന മഹാകവിയുടെ മനോധർമ്മം എങ്ങനെയാ പ്രവർത്തിച്ചത്, ആ മനോധർമ്മം തന്നെയാണ് അവിടെയും ഞങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. നമ്മൾ ഹൈക്കോടതിയിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും മാർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ, അതും മാനിഷാദ പാടാൻ വേണ്ടി മാത്രമാണ്, അരുത് 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 എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. സഹോദരന്മാരെ, ഇന്ത്യ ഒരു തമോഗർത്തത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. വിദ്വേഷവും അസഹിഷ്ണുതയും അല്ലാതെ മറ്റൊന്നും ഭരണകൂടത്തിൽ നിന്നോ അവരെ നിയന്ത്രിക്കുന്നതിൽ നിന്നോ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. ഉത്തരേന്ത്യയിൽ പലയിടത്തായി നടക്കുന്ന കൊലപാതകങ്ങൾ നാം മറന്നുപോയി. അടിച്ചും വെട്ടിയും അവസാനം ചുട്ടും കൊല്ലുന്ന ഭീകരത ഇന്ത്യ രാജ്യം അനുഭവിച്ചു. അതിനും ആസ്വാദകരും അനുമോദകരും ഉണ്ടായി ഈ കേരളത്തിൽ പോലും. രാജസ്ഥാനിൽ ചുട്ടുകൊല്ലപ്പെട്ട അഫ്രാസുലിന്റെ ബംഗാളിലെ മാൾഡയിലുള്ള വീട് ഞാൻ സന്ദർശിച്ചു. 3 പെൺകുട്ടികളും അവരുടെ ഉമ്മയും ഒരു മുറിയിൽ കഴിഞ്ഞുകൂടുന്നു. വേദനയല്ലാതെ മറ്റൊന്നും ആ വീട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. ജുനൈദിന്റെ പഹ്ലു ഖാന്റെ ജാർഖണ്ഡിൽ കൊല ചെയ്യപ്പെട്ട ഷഫീഖ്, ഷെയ്ഖ് ഹലീം, സജ്ജാദ് നഈം, അലിമുദ്ദീൻ, മഹാഭാഗ്യം കൊണ്ട് മരണത്തിന്റെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട ഉസ്മാൻ അൻസാരി എന്നിവരുടെ വീടുകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയെല്ലാം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരെല്ലാം അനിച്ഛാപൂർവം രക്തസാക്ഷികളായവരാണ്. ഇച്ഛാപൂർവം രക്തസാക്ഷികളാവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ അഫ്രാസുൽ ഹക്കിന്റെ നാട്ടിൽ പെട്ടെന്നൊരു നാട്ടുകാർ ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ ഞാൻ ഈ കാര്യം അവരോട് സൂചിപ്പിച്ചു. അവർ കണ്ണീരോടെ തലകുലുക്കി. കാരണം മരണഭയമാണ് മുസ്ലിങ്ങൾ ഈ വിധത്തിൽ വേട്ടയാടപ്പെടാൻ കാരണം. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടരുതെന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഈ ആളുകളോട് പറയുന്നത്. സുഹൃത്തുക്കളെ, ഭാഗ്യവശാൽ നമുക്ക് നല്ലൊരു ഭരണഘടന ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ കാവൽക്കാരായ ഭരണകൂടം തന്നെ ആ ഭരണഘടനയെ പിച്ചിച്ചിന്തുകയാണ്. ഭരണസിരാ കേന്ദ്രങ്ങളിലെല്ലാം ഹലാഖാന്മാരെ നിയമിച്ചു കഴിഞ്ഞു. രാജ്യത്തെ കാർന്നു തിന്നുന്ന, കൊള്ളയടിക്കുന്ന കോർപ്പറേറ്റ് തഗ്ഗുകൾക്ക് കാവലിരിക്കുന്ന ഒരു ഭരണമാണ് ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വീണ്ടും ഈ വിഭാഗത്തിൽ നിന്ന് ജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ആ പ്രതീക്ഷ അറ്റുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും രാമജന്മഭൂമി പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവർ രഥയാത്രക്കൊരുങ്ങുകയാണ്.
വോട്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന് വന്നപ്പോൾ വോട്ട് തട്ടാനുള്ള പഴവിദ്യയുമായി പുറപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ രഥയാത്രകളിലെല്ലാം ഒരുപാട് മുസ്ലിം ജീവൻ ഹോമിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലും അവർ രഥയാത്രയുമായി വരുന്നുണ്ടത്രേ. ഏതായാലും ഒരു കാര്യം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം സമാധാനം ഭംഗപ്പെടുത്തുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം രക്തം തെരുവുകളിൽ ഒഴുകിയില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ബാബരി മസ്ജിദ് അവർ തകർത്തു. മുസ്ലിങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. ഉടമസ്ഥാവകാശ തർക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ളത്. ഇതിനിടയിൽ കോടതിക്ക് പുറത്ത് പ്രശ്നം പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങൾ പലതും നടത്തുന്നുണ്ട്. നമ്മുടെ ശ്രീ സൽമാൻ നദ്വി മൗലാന രവിശങ്കറിനെ ബാംഗ്ലൂരിൽ സന്ധിച്ചു. രണ്ടുപേരും ചേർന്ന് ഒരു ഫത്വ ഇറക്കി. പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയുന്നതിന് വിരോധമില്ലെന്ന് ഹംബലി മദ്ഹബിൽ വചനമുണ്ടത്രേ. ആ വചനം അവർ പുറത്തിറക്കി. കഴിഞ്ഞ 9-ാം തീയതി മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഞാൻ മൗലാനയോട് ചോദിച്ചു, മൗലാന, താങ്കൾ ബാബരി മസ്ജിദ് വിഷയം ഒരു റിയൽ എസ്റ്റേറ്റ് പ്രശ്നമായി നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് തോന്നുകയാണ്. പ്രശ്നമായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് താങ്കൾ, അല്ലെങ്കിൽ ഒരു ഫിഖി മസലയായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ബാബരി മസ്ജിദ് തകർത്തതിന് പിന്നിലെ പൊളിറ്റിക്സ് അറിയാതെ പോയതാണ് താങ്കളുടെ കുഴപ്പമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എന്നെ ഉറുദുവിൽ കുറെ എനിക്കൊന്നും അറിയില്ല എന്ന നിലയിൽ പറഞ്ഞു. പക്ഷേ എനിക്കറിയാമെന്ന് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഒരു ഞൊട്ട് കൊടുത്തു. അടിസ്ഥാന മെമ്പർഷിപ്പിൽ നിന്ന് പോലും പുറത്താക്കി. ഇന്ന് വേറെയും വാർത്ത വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ സൈനികരെ കുറിച്ച് വേറൊരു കാര്യം, രാജ്യത്തിന്റെ സൈനികരെ കുറിച്ച് ആണയിടുന്ന RSSന്റെ ഉള്ളിരിപ്പ് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചു. ഇന്ത്യൻ സേന നമ്മളോട് പറഞ്ഞിരുന്നത്, ATMൽ ക്യൂ നിൽക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് എന്താ? നിങ്ങൾ നോക്കൂ, നമ്മുടെ പട്ടാളം അതിർത്തിയിൽ കാവൽ നിൽക്കുകയാണ്. നിങ്ങൾക്കൊരു 24 മണിക്കൂറോ 48 മണിക്കൂറോ ഒരു ATMന്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കാൻ പറ്റില്ലേ എന്നാ ചോദ്യം. എന്തൊരു മഹത്തായ ചോദ്യമാണത്. നമ്മൾ വിചാരിച്ചു ഇത്രയധികം ദേശസ്നേഹവും രാജ്യസ്നേഹവും പട്ടാള സ്നേഹവും ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. ഒരൊറ്റ ഒരു RSSകാരന്റെ മോനും പട്ടാളത്തിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. നേതാക്കന്മാരുടെ മക്കൾ, സാധാരണക്കാരുണ്ടാവും. ഇതിനിടയിൽ ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചു ഇവർ. മാത്രമല്ല, ഇന്ത്യ എന്ന നമ്മുടെ ദേശത്തെക്കാൾ വലുതാണ് RSS എന്ന ഉള്ളിലിരിപ്പ് പുറത്തായി. സൈന്യത്തിന് യുദ്ധത്തിനൊരുങ്ങാൻ 6 മാസം വേണമെങ്കിൽ RSSന് 3 ദിവസം മതിയത്രേ. അതിൽ വേറൊരു അപകടം കൂടി പതിയിരിക്കുന്നുണ്ട്. RSS ഇന്ത്യൻ സേനയേക്കാൾ മികച്ച സേനയാണെന്ന സന്ദേശം അതിലുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ടവർ ഭയന്നുകൊള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. RSS അർദ്ധ സൈനിക സംഘമല്ല. RSS ഒരു പൂർണ്ണ സൈനിക സംഘം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പല സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ ആയുധപ്പുരകൾക്ക് തീപിടിക്കാറുണ്ട്. അതിൽ നിന്ന് ധാരാളം ആയുധങ്ങൾ കളവ് പോകാറുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പൊ അടുത്തും പലയിടത്തും ആയുധങ്ങൾ കണ്ടുകിട്ടിയല്ലോ നമ്മളിവിടെ കുറ്റിപ്പുറത്തൊക്കെ. ഇതൊക്കെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ ഇവർ ആയുധീകരണത്തിലും സൈനികവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ന് നമുക്ക് ഈ പ്രസ്താവനയിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആരാണ് അന്വേഷിക്കേണ്ടത്? ആരോടാണ് പറയേണ്ടത്? എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ത്രാണിത്തമുള്ളവരുണ്ടെങ്കിൽ, ഏതെങ്കിലും ഏജൻസികൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ അവർ അന്വേഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനൂ. അതിർത്തി കാവലിന് പോകണമെങ്കിൽ RSSകാരോട് നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി അത്രേ. നല്ല കോളായി. നമ്മളിവിടെ കാണുന്ന ഈ RSSകാരാണ് ഇപ്പോൾ അതിർത്തി കാവലിന് പോകുന്നതെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്നതിന് പാകിസ്ഥാനിൽ നിന്ന് അച്ചാരവും വാങ്ങിയിട്ട് അവർ തിരിച്ചു വരികയുള്ളൂ എന്ന് നമുക്ക് പറയാം. കാരണം BJPയുടെ IT സെൽ മേധാവികൾ മധ്യപ്രദേശിൽ അറസ്റ്റ് ചെയ്ത് നമുക്കറിയാലോ. ഹാഫിസ് സയ്യിദിനെ കാണാൻ പോയത് RSSന്റെ ജേർണലിസ്റ്റ് വേദപ്രതാപ് വേദിക് എന്ന് പറയുന്ന ഒരാളാണ്. ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഇവരാണ് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം.
കാരണം പോപ്പുലർ ഫ്രണ്ട് ദേശവിരുദ്ധ സംഘടനയാണ്. കുറെ കാലമായി ഈ പുകിലുമായി നടക്കുന്നു. ഒരു ഭരണകൂടം, ഞാൻ പറയുന്നു, ഒരു ഭരണകൂടം അത്യാവശ്യം സത്യസന്ധതയുമുള്ളതാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ സാധിക്കില്ല. ഹിന്ദു ദിനപത്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നു, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. ഉത്തരക്ഷണത്തിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ ഒരു DGPയുടെ ഓഫീസും അത് നിഷേധിക്കുകയുണ്ടായി. പോപ്പുലർ ഫ്രണ്ടിനെ അത് നിഷേധിക്കുകയുണ്ടായി. മാത്രമല്ല മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു, വർഗീയതയുടെ പേരിലുള്ള ക്രിമിനലിസത്തിന്റെ പേരിൽ ആരെയെങ്കിലും നിരോധിക്കണമെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് RSSനെയാണ് എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഒരു ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സത്യസന്ധതയും നിഷ്പക്ഷതയും ഈ വിഷയത്തിൽ ശ്രീ പിണറായിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിൽ നിന്നും ഉണ്ടായി എന്നത് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ മതേതരത്വത്തിൽ നിന്നും CPMന്റെ മതേതരത്വത്തിൽ നിന്നും പലപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്നത് ഞാനിവിടെ തുറന്നു പറയുകയാണ്. ഉദാഹരണം, തേജസ് ദിനപത്രത്തിന്റെ പരസ്യ നിഷേധം. മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള സമീപനത്തിൽ ഇനിയും CPM മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. RSSും CPM തമ്മിലുള്ള വ്യത്യാസം, കമ്മ്യൂണലിസം എന്നത് കമ്മ്യൂണിസത്തിലെ ഒരു അക്ഷരത്തെറ്റ് മാത്രമാണെന്ന് മുസ്ലിം സമുദായം ധരിക്കാൻ ഇടവരരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പോപ്പുലർ ഫ്രണ്ട് CPMനെ ഒരു ഘട്ടത്തിലും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടില്ല. അത് ഞങ്ങളുടെ നിലപാടാണ്. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, RSSകാർ വാളെടുക്കുമ്പോഴും മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു, CPMമാർ വാളെടുക്കുമ്പോഴും മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു, അപ്പോൾ ഇവ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാൻ പറഞ്ഞു, RSSകാർ അവരുടെ ആദർശത്തോട് പ്രതിബദ്ധത പുലർത്തുമ്പോൾ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു, CPMമാർ അവരുടെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടും നിലപാടും. CPMമാർ അവരുടെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു എന്ന് നമ്മളെന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടും നിലപാടും. ഹിന്ദുത്വം കൊണ്ട് നേരിടുന്ന രീതി ശരിയല്ല എന്ന് ഞങ്ങൾ ഇവരോട് പറയുകയാണ്. മതേതരത്വം കൊണ്ടും ജനാധിപത്യം കൊണ്ടുമാണ് നേരിടേണ്ടത്. കോൺഗ്രസിനും CPMനും ഈ തെറ്റ് ധാരാളമായി പറ്റിക്കൊണ്ടിരിക്കുന്നത് നാം അനുഭവിക്കുന്നു. കേരളത്തിൽ നിന്ന് 100-ൽ താഴെ ചെറുപ്പക്കാർ രക്തസാക്ഷികളാവാൻ വേണ്ടി ISൽ ചേരാൻ സിറിയയിലേക്ക് പോയിട്ടുണ്ട്. ഇതിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടുകാരായെന്ന് പറയപ്പെടുന്നവർ 5 പേർ മാത്രമാണ്. ഇത് വെച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ പിടിക്കാനാണ് NIAയും മറ്റും ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള ഞങ്ങളുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഞങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇന്ത്യയിൽ തന്നെ ധാരാളം പണിയെടുക്കാനുണ്ട്. സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി രക്തസാക്ഷ്യം വഹിച്ചവരുടെ ഓർമ്മ പേറുന്ന ഒരു നിലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രം പോരാ, അത് നിലനിർത്താനും അതിന് കാവലിരിക്കാനും കഠിനമായ അധ്വാനവും വേണ്ടി വന്നാൽ അവസാനം രക്തസാക്ഷ്യവും ആവശ്യമായി വരും. ഇന്ത്യയിൽ RSS ഹിന്ദുത്വ ഫാഷിസം അരങ്ങ് തകർക്കുകയാണ്. ഈ ഫാഷിസത്തെ എതിർക്കുകയാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും പോലെ നമ്മുടെയും പ്രഥമ ചുമതല. അത് നിർവഹിക്കാൻ ഇവിടെയാണ് ആളുകളെ ആവശ്യം, അങ്ങ് സിറിയയിലല്ല. ആശയപരമായി ഞങ്ങളോട് വിയോജിപ്പോൾ മാത്രമേ സിറിയയിലേക്ക് പോയിട്ടുള്ളൂ. യോജിക്കുന്നവരായും പോയിട്ടില്ല. നമ്മൾ ഒരു പത്രപ്രവർത്തകൻ ഒരിക്കലും എന്നോട് ചോദിച്ചു, കഴിഞ്ഞ 3-4 മാസം മുമ്പ്, നിങ്ങൾ ജിഹാദ് ക്ലാസ് എടുക്കാറില്ലേ? ഉണ്ട്. അപ്പോൾ ആ ജിഹാദ് ക്ലാസ്സിൽ പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കൂലേ ഇത്രയും ആളുകൾ പോയിട്ടുണ്ടാവുക? ഞാൻ പറഞ്ഞു, ജിഹാദ് ക്ലാസ് ഞാനാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് തന്നെ അതിൽ നിന്ന് പ്രചോദനം കിട്ടിയിട്ടില്ല, പിന്നല്ലേ ബാക്കിയുള്ളവർക്ക് കിട്ടണത്. നമ്മുടെ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇതിൽ നിന്ന് വെറും 5 ആൾക്ക് മാത്രമേ എൻ്റെ ക്ലാസ് കൊണ്ട് പ്രയോജനം കിട്ടിയിട്ടുള്ളൂ എന്നാണ്. പിന്നെ ഞാൻ വളരെ മോശക്കാരനാണ് ക്ലാസ്സിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ ചിരിച്ചു തന്നെയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സംഗതികൾ. ഇത്തരം സംഗതികളൊക്കെ വെറുതെ കൃതിപ്പുകൾ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ ഗവൺമെൻറ്റുകളോട് ആവശ്യപ്പെടുന്നത് നീതിയും സമീപനത്തിലെ സത്യസന്ധതയുമാണ്. ഏത് ഗവൺമെൻറ്റിനോടും നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ഗവൺമെൻറ്റിനോടും ഇന്നേ വരെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. ഏത് കാലഘട്ടത്തിനും ഏത് ഖിയാമം വന്ന സമയത്തും നമ്മൾ ഗവൺമെൻറ്റുകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മളോട് സത്യസന്ധമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം എന്നാണ്. സുഹൃത്തുക്കളെ, രാജ്യത്ത് മാറ്റമുണ്ടാകും, ഫാഷിസം തകരും. ആധുനിക ചരിത്രത്തിൽ ഫാഷിസം അതിൻ്റെ ക്രൂരതകളോടെ ദീർഘകാലം നിലനിന്നതിന് സാക്ഷ്യങ്ങളില്ല. ഫാഷിസ്റ്റുകൾ തകരും. അന്ന് അവരെക്കുറിച്ച് ആകാശമോ ഭൂമിയോ കരയില്ല. അവരെക്കുറിച്ച് ഗംഗയോ യമുനയോ കരയില്ല. അവരെക്കുറിച്ച് സരയു കരയില്ല. അങ്ങനെയുള്ളൊരു നാൾ വരും തീർച്ചയാണ്. ഫാഷിസത്തിൻ്റെ എപ്പിക് സെന്ററിൽ അഥവാ പ്രഭവ കേന്ദ്രത്തിൽ
ഉഗ്രമായി പ്രഹരിക്കുന്ന യുവാക്കളുടെ ഒരു മഹാഭൂകമ്പം ഉണ്ടാകണം. ഒരു യൂത്ത് കേക്ക്, ഒരു കിശോര വിസ്ഫോടനം സാധ്യമാവണം. അതോടെ ഇന്ത്യയിലെ ഫാഷിസം തകർന്ന് തരിപ്പണമാവണം. അന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദളിതുകളും ആദിവാസികളും കമ്മ്യൂണിസ്റ്റുകളും എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിനമായിരിക്കും. അവസാനമായി സഹോദരന്മാരെ, നമുക്ക് ഒന്നിക്കാം. ആദ്യം പൊതുവിഷയങ്ങളിൽ മുസ്ലിങ്ങൾ ഒന്നിക്കണം. അവരോടൊപ്പം ദളിതുകളും ക്രിസ്ത്യാനികളും മറ്റു പിന്നോക്ക വിഭാഗങ്ങളും ജനാധിപത്യവാദികളും മതേതര വിശ്വാസികളും ഒന്നിച്ചു നീങ്ങുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടാവണം. അവിടെയാണ് ഫാഷിസത്തിന്റെ തകർച്ച ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം തീർച്ചയായും ഒന്നിച്ചു നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം സംഭവിക്കാതിരിക്കില്ല എന്നും ഞങ്ങൾക്ക് തീർച്ചയുണ്ട്. മുസ്ലിങ്ങൾ അല്ലറ ചില്ലറ കാര്യങ്ങളിൽ അലമുറയിടുന്നത് അവസാനിപ്പിക്കണം. യോജിച്ച് മുന്നേറുന്ന സംഘത്തോടൊപ്പം അണിചേരണം. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഈ കാലഘട്ടത്തിന്റെ പ്രസ്ഥാനമായ 21-ാം നൂറ്റാണ്ടിന്റെ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ഉഷ്ണധാരയിൽ അണിചേർന്ന് പോകുവാൻ യുവാക്കൾ മുമ്പോട്ട് വരണമെന്ന്. യുവാക്കൾ അവരുടെ ധിഷണ സംഘടനാ ഓഫീസുകൾക്ക് പണയം നൽകരുത് എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിലെ എൻ്റെ സഹപ്രവർത്തകരെ, ഏതാണ്ട് 28 വർഷമായി ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ മുമ്പിൽ നടക്കാൻ പറഞ്ഞപ്പോൾ മുമ്പിൽ നടന്നു. നിങ്ങൾ പിന്നിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ പിന്നിൽ നിന്നു. കഴിഞ്ഞ 28 വർഷമായി മുന്നിലും പിന്നിലും നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്. നിരന്തരമായി ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്. ദുരിതത്തിൻ്റെയും പ്രഭാവത്തിൻ്റെയും വഴിത്താരയിൽ ഞാൻ നിങ്ങളെ അനുഗമിച്ചിട്ടുണ്ട്. നമുക്ക് സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദിനരാത്രങ്ങൾ നാം ഒരുമിച്ച് കഴിച്ചുകൂട്ടി. അന്നൊക്കെ നിങ്ങളുടെ സത്യസന്ധതയും കൂറും ധീരതയും ഇച്ഛാശക്തിയും നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ പ്രലോഭനങ്ങൾക്ക് മെരുങ്ങുന്നവരല്ലെന്നും പ്രകോപനങ്ങളിൽ കുരുങ്ങുന്നവരല്ലെന്നും എനിക്കറിയാം. ഇത് ഭാവിയിൽ അത് ജനങ്ങളും മനസ്സിലാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ അഭ്യർത്ഥനയും. ഇന്ന് ഞാൻ നിങ്ങളുടെ ചലനങ്ങൾ കണ്ടു. പക്ഷേ അത് ചലനമായിരുന്നില്ല, ജ്വലനമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രസ്ഥാനം എൻ്റെ സിരകളിൽ, എൻ്റെ ധമനികളിൽ, എൻ്റെ സ്നായുക്കളിൽ, എൻ്റെ ഗ്രന്ഥികളിൽ എങ്ങനെ അധിനിവേശം നേടിയോ അതേപോലെ നിങ്ങൾ എൻ്റെ കരളിലും എൻ്റെ ഹൃദയത്തിലും സ്ഥാനമുറപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തട്ടെ. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യോഗം ഉദ്ഘാടനം ചെയ്തതായി